ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആട്ടവിശേഷങ്ങളിലൊന്നാണ് വൃശ്ചിമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി ദിവസം ആചരിച്ചുവരുന്ന ഗുരുവായൂർ ഏകാദശി. ഗുരുവായൂരിലെ പ്രതിഷ്ഠാദിനമായാണ് ഇത് കണക്കാക്കിവരുന്നത്. ഐതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ്, സുതപസ്, കശ്യപൻ, വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണഭഗവാന്റെ തന്നെയും പൂജയേറ്റുവാങ്ങിയതുമായ പാതാളാഞ്ജന നിർമ്മിതമായ വിഷ്ണുവിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചികമാസത്തിലെ വെളുത്ത ഏകാദശി നാളിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചുകൊടുത്തതും ഈ ദിവസമാണെന്ന് വിശ്വസിച്ചുവരുന്നു. അതിനാൽ ഗീതാദിനമായും ഇത് ആചരിക്കപ്പെടുന്നു. കേരളത്തിൽ സ്വന്തമായി ഏകാദശി ആഘോഷങ്ങളുള്ള അപൂർവം വൈഷ്ണവക്ഷേത്രങ്ങളിലൊന്നാണ് ഗുരുവായൂർ ക്ഷേത്രം. ഈ ദിവസം ക്ഷേത്രത്തിലെ പ്രിയപ്പെട്ട ആനയായിരുന്ന ഗജരാജൻ ഗുരുവായൂർ കേശവനെ ആദരിക്കുന്നതിനുള്ള ഒരു ദിവസം കൂടിയാണിത്. കൂടാതെ ആത്മീയ യോഗ്യതയും അനുഗ്രഹങ്ങളും നേടുന്നതിനായി ഭക്തർ ഉപവാസം അനുഷ്ഠിക്കേണ്ട ഒരു ദിവസമാണിത്. ഒരു മാസം മുമ്പേ ഭക്തർ ഏകാദശി വിളക്ക് എന്ന് വിളിക്കുന്ന വിളക്കുകൾ സമർപ്പിക്കുന്നതോടെ ഒരുക്കങ്ങൾ ആരംഭിക്കും. വ്രതം അനുഷ്ഠിക്കുന്നത് ജനനമരണ ചക്രത്തിൽ നിന്ന് ഭക്തർക്ക് മോചനം നേടാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ഈ ദിവസം മോക്ഷദ ഏകാദശി എന്നും അറിയപ്പെടുന്നു. ഭക്തർ ഈ ദിവസം വ്രതം ആചരിക്കുകയും അടുത്ത ദിവസം ദ്വാദശിയിൽ തുളസി തീർത്ഥം കുടിച്ച് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഏകാദശിയുടെ പിറ്റേന്ന് ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം വഴിപാടുകൾ നടത്തുന്നു. ഏകാദശി ദിനത്തിൽ അതിരാവിലെ തന്നെ ഭക്തർക്ക് നിർമ്മാല്യ ദർശനത്തിനായി ക്ഷേത്രം സന്ദർശിക്കാവുന്നതാണ്. ഈ ദിവസം ക്ഷേത്രത്തിലെ പ്രശസ്ത ആനയായിരുന്ന ഗുരുവായൂർ കേശവന്റെ ഓർമ്മയ്ക്കായി ഒരു ചടങ്ങ് നടത്തുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ആന ഗുരുവായൂർ കേശവന്റെ പ്രതിമയിൽ മാല ചാർത്തുന്നു. മറ്റ് ആനകൾ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഭഗവാൻ കൃഷ്ണൻ അർജുനന് ഭഗവദ്ഗീത നൽകിയ ദിവസത്തിന്റെ സ്മരണയ്ക്കായി അടുത്തുള്ള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് ഒരു വലിയ ആന ഘോഷയാത്ര നടത്തുന്നു.